to learn about lists in Python. പൈത്തണിലെ ലിസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. A list in Python is a collection used to store multiple values in a single variable. ഉപയോഗിച്ചുകൊണ്ട് ഒരു സിംഗിൾ വേരിയബിളിലേക്ക് നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാനായി സാധിക്കും. ലിസ്റ്റ് ക്യാൻ സ്റ്റോർ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ്. ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിലുള്ള വാല്യൂസിനെ നമുക്ക് ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ലിസ്റ്റ് ആർ റിട്ടൺ യൂസിങ് സ്ക്വയർ ബ്രാക്കറ്റ്സ്. സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉള്ളിലാണ് നമ്മൾ ലിസ്റ്റ് എഴുതുന്നത്. നമുക്കിനി എക്സാമ്പിളിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്തു. നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ നമ്പേഴ്സ് എന്നുള്ളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യാം. 1 3 6 7 8 ഇങ്ങനെ ഒരു ലിസ്റ്റ് ഞാൻ കൊടുത്തു. നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, പ്രിന്റ് ചെയ്യാം. പ്രിന്റ് നമ്പേഴ്സ്, സേവ് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ന്യൂ ടെർമിനലിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് പൈത്തൺ, അതിനുശേഷം നമ്മുടെ ഫയലിൻ്റെ നെയിം ഞാൻ മൈ PGMs എന്നാണ് കൊടുത്തേക്കുന്നത്. ഇത് എൻ്റർ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നെയിംസ്, സ്ട്രിങ്സ് അടങ്ങിയ ഒരു ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ABCD അങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിലുള്ള വാല്യൂസിനെയും ഒരു ലിസ്റ്റായിട്ട് എഴുതാനായിട്ട് പറ്റും. സോ മിക്സ്ഡ് എന്നൊരു അനദർ ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ ഞാൻ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിലുള്ള വാല്യൂസ് കൊടുക്കുകയാണ്. ഓക്കെ, ഇതൊന്ന് സേവ് ചെയ്തതിന് ശേഷം റൺ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്കിവിടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. പ്രിന്റ് നെയിംസ്, ഓക്കെ, അത് നമുക്കൊന്ന് സേവ് ചെയ്തതിന് ശേഷം റൺ ചെയ്യാം. ഇപ്പം നമുക്ക് ഡിഫറെൻറ്റ് ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, സം പ്രോപ്പർട്ടീസ് ഓഫ് ലിസ്റ്റ്. ലിസ്റ്റ് ഐറ്റംസ് ആർ ഓർഡേഡ്, ചേഞ്ചബിൾ ആൻഡ് അലോ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. ലിസ്റ്റ് ഐറ്റംസ് ഓർഡേഡ് ആയിരിക്കും, അതുപോലെ തന്നെ ചേഞ്ചബിൾ ആയിരിക്കും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് അലോ ചെയ്യും. ടു ഡിറ്റർമൈൻ ഹൗ മെനി ഐറ്റംസ് ആർ ഇൻ എ ലിസ്റ്റ് വി യൂസ് ലെങ്ത് ഫംഗ്ഷൻ. ഒരു ലിസ്റ്റിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് ആ ലിസ്റ്റിൽ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ലിസ്റ്റ് ഐറ്റംസ് ക്യാൻ ബി എനി ഡാറ്റ ടൈപ്പ്. ലിസ്റ്റ് ഐറ്റംസ് നമുക്ക് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിലുള്ളതും ആകാം. വി ക്യാൻ യൂസ് ലിസ്റ്റ് ടു ക്രിയേറ്റ് എ ലിസ്റ്റ്. ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലിസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിസ്റ്റ് മെത്തേഡ്സ് ആണ് അതൊക്കെ. അപ്പൻ ഫംഗ്ഷൻ, അതായത് ഒരു ലിസ്റ്റിലേക്ക് ഒരു ലിസ്റ്റിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് എലമെൻറ്റ്സിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൻ്റെ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ക്ലിയർ ഓൾ എലമെൻറ്റ്സിനെ, ഒരു ലിസ്റ്റിൽ നിന്ന് എല്ലാ എലമെൻറ്റ്സിനെയും റിമൂവ് ചെയ്യാനായിട്ട് ക്ലിയർ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഇൻസേർട്ട് ഫംഗ്ഷൻ ഒരു എലമെൻറ്റിനെ ഒരു ലിസ്റ്റിലേക്ക് ഒരു സ്പെസിഫിക് പൊസിഷനിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻസേർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. പോപ്പ് ഫംഗ്ഷൻ റിമൂവ്സ് ദ എലമെൻറ്റ് അറ്റ് എ സ്പെസിഫൈഡ് പൊസിഷൻ. ഒരു സ്പെസിഫൈഡ് പൊസിഷനിലെ ഒരു എലമെൻറ്റിനെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് പോപ്പ് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, റിവേഴ്സ്. ഒരു ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റിവേഴ്സ് ഫംഗ്ഷനും സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോർട്ട് ഫംഗ്ഷനും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ലിസ്റ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ആണ്. ഇനി നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കാം. ഇതാണ് ലിസ്റ്റിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്നത്.